ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മോഡൽ വയർ ബോ ആണ്. അപ്പം അതിൻ്റെ നടുക്കിരിക്കുന്ന മുത്ത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, നമുക്ക് റെഡിയാക്കാം. എൻ്റെ ഒരു പരീക്ഷണമാണ്. അപ്പം നമ്മൾ വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്, എൻഡ് ബീഡുണ്ട്, ഒരു വയർ ബോ ഉണ്ട്, പിന്നെ വൈറ്റ് ബീഡ് തന്നെ 6mm 8mm എടുത്തിട്ടുണ്ട്. നമുക്ക് 6mm 8mm അല്ലെ 8mm 10mm ആയിട്ട് എടുത്തുപയോഗിക്കാം. പിന്നെ നമ്മുടെ ആ നടുക്കിരി മുത്തിനെ പറ്റി ഒരു സംശയം ഉണ്ടായിരിക്കും കേട്ടോ, അതുകൊണ്ട് ഇതാണ് ആൾ. അപ്പം ഈ മുത്ത് നമ്മൾ എങ്ങനെ അത് അങ്ങനെ ആക്കി എടുക്കുന്നതെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പം നമ്മുടെ ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഗ്ലൂ ആകെ പഞ്ചറായിട്ടിരിക്കുക. അപ്പോൾ അതാണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മളൊരു കമ്പി എടുത്തിട്ട് നമ്മുടെ 8mm വൈറ്റ് ബീഡ് അതിനകത്തോട്ടൊന്ന് എടുത്തു വെച്ചിട്ട് ആ ബീഡ് ഫുള്ള് ഗ്ലൂ അപ്ലൈ ചെയ്യണം. കണ്ടല്ലോ, ആ കമ്പിയിലായതുകൊണ്ട് ആ ബീഡ് കിടന്ന് കറങ്ങും. എന്നിട്ട് നമ്മുടെ ആ കുഞ്ഞു ബീഡ്സ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു മിക്സഡ് കളർ ആ വീഡിയോയിൽ ക്ലിയർ ആകുമോ എന്നറിയത്തില്ല. ആ കുഞ്ഞു ബീഡ് ഒന്നുകിൽ അതിലോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിലിട്ട് നമ്മുടെ മറ്റേ ആ ഗ്ലൂ തേച്ച ബീഡങ്ങ് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോഴത്തേന് കുറച്ചൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കാത്ത ഭാഗത്ത് നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി, അത് ഏകദേശം സെറ്റായി വരും. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എടുക്കുമ്പോഴത്തേന് പൊഴിഞ്ഞു പോകും. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെതുക്കെ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഒരു ബീഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ടയ്ക്ക് അധികം വേണ്ട, നമ്മൾ രണ്ട് സൈഡും കവറായി പോകുന്നതാണ്, അതുകൊണ്ട് മണ്ടയ്ക്കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് ചുറ്റുഭാഗം നല്ലോണം ഫില്ലാകണം. അപ്പോൾ അതാണ്ട് കണ്ടല്ലോ, വീഡിയോ അത്ര ക്ലിയർ ആകണമെന്നില്ല, എന്നാലും ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ വീട്. അങ്ങനെ ഞാൻ അത് ഒരു 5 എണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതേലത്തെ. അപ്പം നല്ലോണം ഒട്ടിപ്പിടിക്കാതെ ആ കമ്പിയിൽ നിന്ന് ഇളക്കിയെടുത്താൽ ആ മുത്തെല്ലാം പൊഴിഞ്ഞു പോകും. അപ്പോൾ അതല്ല, വീണ്ടും നമ്മൾ ഒരു സെറ്റ് കൂടെ റെഡിയാക്കി എടുക്കുക. 5 സെറ്റ് ആകെ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ബീഡിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മുടെ കുഞ്ഞു ബീഡ്സിനകത്തിട്ടൊന്ന് കറക്കിയെടുക്കും. അപ്പോൾ കുറേയൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ, പരമാവധി ഒട്ടിപ്പിടിക്കും. ഇത് കണ്ടോ, നല്ല റെഡിയായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ ചില സൈഡ് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കുന്ന പശയ്ക്കകത്തോട്ട് ഒട്ടി ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് വരുന്ന കണ്ടല്ലോ. അപ്പം തുടക്കം ചെയ്യുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടാകും, നമ്മളിങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ 5 എണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷേ ഈ മുത്തൊട്ടിച്ചെടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്ന താമസമേ ഉള്ളൂ. പിന്നെല്ലാം നമ്മൾ സാധാ വയർ ബോ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ അതാണ്ട ഞാനത് ഉരുട്ടി റെഡിയാക്കി എടുക്കുക. കുറേയൊക്കെ ഇളകിപ്പോകും, എന്നാലും നമ്മൾ റെഡിയാക്കി സൂക്ഷിച്ചെടുത്താൽ സെറ്റായി വരും. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അതിലില്ലാത്ത ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എടുത്ത് ഇച്ചിരി ഗ്ലൂ തേച്ചിട്ടൊന്ന് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് റെഡിയാകും. അങ്ങനെ നമ്മുടെ 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. 2, 3, 4. ഇനി ഒരെണ്ണം കൂടെ, ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 6 എണ്ണം റെഡിയാക്കി എടുത്താലും കുഴപ്പമില്ല. സെൻറ്റർ ഭാഗത്ത് വെച്ചാൽ മതിയല്ലോ. ഇതിനകത്ത് ഇപ്പോൾ ഇച്ചിരി ഒരു പോയിട്ടുണ്ട്, അത് നമ്മൾ റെഡിയാക്കി എടുക്കും. ഇച്ചിരി ആ മുത്തൊരിച്ചിരി ഗ്ലൂവിനകത്ത് സെറ്റാക്കി അത് റെഡിയാക്കിയാൽ മതി. അപ്പോൾ അതാണ്ട 5 എണ്ണം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പം ഇങ്ങനത്തെ മുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം അത്യാവശ്യം വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പരീക്ഷിക്കാം. കണ്ടല്ലോ, കുറച്ച് നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ ഇത് ഇളകി പോകും കേട്ടോ. ഒട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പണി ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് മാറ്റി വെക്കാമേ. ഇനി നമ്മുടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ വയർ ബോ എടുത്ത് എൻഡ് ബീഡിനകത്ത് എൻഡ് ബീഡ് അതിനകത്ത് ഒട്ടിക്കുക. വയർ ബോയ്ക്കകത്ത് എൻഡ് ബീഡ് ഒട്ടിച്ച് അതൊന്ന് ഫിക്സ് ആയിരിക്കണം. അതിന് ഇച്ചിരി ലേറ്റാണ്. നമ്മുടെ B7000 നല്ലോണം ഒട്ടുമെങ്കിലും ഒട്ടിച്ച് തുടക്കത്തിൽ ഇച്ചിരി താമസം വരും. എന്നിട്ട് നമ്മുടെ വൈറ്റ് ബീഡ്സ് 6mm വൈറ്റ് ബീഡ്സ് അതിനകത്തോട്ട് കയറ്റി നമ്മളൊരു പകുതി വരെ സെൻറ്റർ ഭാഗത്തിൻ്റെ ഒരു സൈഡിൽ ഒരു സൈഡ് വരെ നമ്മളിത് കയറ്റി വിടണം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഒട്ടിച്ച് വിടാം, അല്ലെങ്കിൽ ചുമ്മാ കയറ്റിയാലും കുഴപ്പമില്ല. നമ്മുടെ എൻഡ് ബീഡ് കറക്റ്റ് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാകത്തില്ല. അങ്ങനെ വേണ്ട, നമ്മളത് കയറ്റി ഒരു പകുതി വരെ കയറ്റിയാൽ മതി.
6mm ആണ്. ഇതിന് പകരം നമുക്ക് 8mm 10mm ഉപയോഗിച്ച് ചെയ്യാം. 10mm ബീഡ്സിനകത്ത് മറ്റേ കുഞ്ഞു ബീഡ് ഫിക്സാക്കി എടുക്കാം. മറ്റേത് ഇങ്ങനെ കയറ്റുന്നത് 8mm കയറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്ത് ഒരു പകുതി വരെ ചെയ്തെടുക്കണം. ഇത് എളുപ്പമല്ലേ, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏകദേശം നമ്മൾ ചെയ്ത് തീരാറായി. ഏകദേശം സെൻറ്ററിൽ എത്താറായിട്ടുണ്ട്. 1-2 ബീഡ്സ് കൂടെ മതിയാകും. പിന്നെ നമ്മളൊന്ന് നോക്കണം, 5 ബീഡ്സ് ഇട്ട് നോക്കുമ്പോഴത്തേന് കറക്റ്റായിട്ട് അപ്പുറവും ഇപ്പുറവും ഒരുപോലെ വരുന്നോന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു വൃത്തികേട്